ഒരു വർഷം കൊണ്ട് 57% റിട്ടേൺ ലഭിച്ച താരതമ്യേന റിസ്ക് വളരെ കുറഞ്ഞ മലയാളികൾ അധികം അറിയാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരു വർഷം മുൻപ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇത്ര തന്നെ റിട്ടേൺ ലഭിക്കുമായിരുന്നു. എന്തായാലും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി കൂടി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി, അതോടൊപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഒരു വർഷം ഉപയോഗിച്ച ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. ഒരു വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2021 ജാനുവരി 27-നാണ് ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസ് ഞാൻ വാങ്ങിയത്. 12,047 രൂപയാണ് ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസിന് അന്ന് വിലയുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് 2022 ഫെബ്രുവരി 8-ന് ഞാനത് വിറ്റത് 18,900 രൂപയ്ക്കാണ്. അതായത് ഇതിലെ സ്റ്റോക്കുകൾ നൽകിയ ഡിവിഡൻഡ് അടക്കം എനിക്ക് ലഭിച്ചത് 57% റിട്ടേൺ ആണ്. ഇതേ കാലയളവിൽ നിഫ്റ്റി നൽകിയ റിട്ടേൺ 23% മാത്രമാണ്. ഇനി എന്താണ് സ്മാൾ കേസ് എന്നറിയാത്തവർക്ക് വേണ്ടി ഇതിനു മുൻപ് സ്മാൾ കേസിനെ പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ നൽകാം. ഈ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കോമൺ സ്പെഷ്യാലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ് സ്മാൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്മാൾ കേസ് ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് ട്രാക്കർ എന്ന സ്മാൾ കേസിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒട്ടനവധി സ്മാൾ കേസുകൾ നമുക്ക് ലഭ്യമാണ്. സ്മാൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്, ഒപ്പം എങ്ങനെ സ്മാൾ കേസ് വാങ്ങാം, എങ്ങനെ വിൽക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്മാൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയത് ഇത് നൽകുന്ന റിട്ടേൺ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 57% റിട്ടേണാണ് എനിക്ക് ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ സ്മാൾ കേസ് എന്ന ആപ്പ് നോക്കിയാൽ ഇതുപോലെ മികച്ച റിട്ടേൺ നൽകിയ ഒരുപാട് സ്മാൾ കേസുകൾ നിങ്ങൾക്ക് അതിൽ കാണാനാകും. മറ്റൊന്ന്, സ്മാൾ കേസിലൂടെ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ആ സ്റ്റോക്ക് മുഴുവൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് മൂലം നമുക്ക് ആ സ്റ്റോക്കിൻ്റേതായ എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് നൽകുന്ന ഡിവിഡൻഡ്, ബോണസ്, സ്പ്ലിറ്റ് തുടങ്ങിയ എല്ലാ ബെനിഫിറ്റും നമുക്ക് നേരിട്ട് ലഭിക്കുന്നു. ഉദാഹരണമായി ഡിവിഡൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകുന്നു. ഇതെല്ലാം എനിക്ക് ലഭിച്ച ഡിവിഡൻഡ് സ്മാൾ കേസിൻ്റെ സൈഡിൽ നിന്ന് വാട്സപ്പ് മെസ്സേജായി ലഭിച്ചതാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, ഈ സ്മാൾ കേസുകളെല്ലാം ഓരോ 3 മാസം കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്മാൾ കേസ് സെലക്ട് ചെയ്ത സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുകയോ റിസൾട്ട് മോശമാവുകയോ മറ്റോ ചെയ്താൽ സ്മാൾ കേസ് കമ്പനി ഈ സ്റ്റോക്ക് റിമൂവ് ചെയ്ത് പകരം ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ആകുന്നതാണ്. അതുമൂലം ഏറ്റവും മികച്ച റിട്ടേൺ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില സ്റ്റോക്കുകൾ വിൽക്കുകയും ചില സ്റ്റോക്കുകൾ വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നത് എങ്കിലും വിൽക്കുന്ന സ്റ്റോക്കുകളുടെ എമൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ 3 ദിവസമെങ്കിലും സമയമെടുക്കും. അതുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും വാങ്ങാനുള്ള സ്റ്റോക്കുകളുടെ എമൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ ഈ സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മികച്ച റിട്ടേൺ ലഭിച്ച സ്റ്റോക്കുകൾ നമ്മൾ ഒരു വർഷത്തെ പീരീഡിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നതിൻ്റെ പരിധിയിലായിരിക്കും വരിക. ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം എന്ന് മാത്രം. ഇനി നമ്മൾ സ്മാൾ കേസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ കുറഞ്ഞു എന്ന് കരുതുക. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആഡ് മോർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സ്മാൾ കേസിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകളുടെ ആവറേജ് ബൈ കുറയ്ക്കുവാനും സാധിക്കും. ഈ സ്മാൾ കേസ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി നമുക്ക് യുണീക്ക് സ്പെഷ്യാലിറ്റി ഉള്ള സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്ത് തരുന്നതാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്മാൾ കേസ് ആണെങ്കിൽ ഭാവിയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ ഒരു മിശ്രിതമാണ്. അതുപോലെ കെമിക്കൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മാൾ കേസാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. ഇത്തരത്തിൽ ഒരുപാട് സ്മാൾ കേസുകൾ അവൈലബിൾ ആണ്. എങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചില സ്മാൾ കേസുകൾ പെയ്ഡ് സർവീസാക്കി മാറ്റാറുണ്ട്. അതായത് ഇത്തരം സ്മാൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അതിലെ സ്റ്റോക്കുകൾ ഏതാണ് എന്നറിയണമെങ്കിലോ വാങ്ങിയ ശേഷം ബാലൻസ് ചെയ്യണമെങ്കിലോ നമ്മൾ ഇവരുടെ പെയ്ഡ് സർവീസ് എടുക്കേണ്ടതായി വരും. 3 മാസത്തേക്ക് 2,000 രൂപ വരെയാണ് ചില സ്മാൾ കേസുകൾക്ക് പെയ്ഡ് സർവീസായി ഇവർ ഈടാക്കുന്നത്. ഇവിടെ മികച്ച സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. ഇനി പൈസ കൊടുക്കാൻ താല്പര്യമില്ലാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്മാൾ കേസുകൾ ഫ്രീ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് മൊബിലിറ്റി, ദ നേക്കഡ് ട്രേഡർ തുടങ്ങിയ സ്മാൾ കേസുകളെല്ലാം ഫ്രീ ആണ്. പക്ഷേ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന സ്മാൾ കേസ് ആദ്യം ഫ്രീ സർവീസ് ആയിരുന്നു, ഇപ്പോൾ അത് പെയ്ഡ് സർവീസാണ്. ഇനി സ്മാൾ കേസ് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നും എങ്ങനെ മികച്ച സ്മാൾ കേസുകൾ വാങ്ങാമെന്നും എങ്ങനെ വിൽക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. സ്മാൾ കേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിലൂടെയോ ഫസ്റ്റ് കമൻറ്റിൽ നൽകിയ ലിങ്കിലൂടെയോ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം
ലോഗിൻ വിത്ത് ബ്രോക്കർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലീഡിംഗ് ബ്രോക്കിംഗ് കമ്പനികളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് സ്മാൾ കേസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഏഞ്ചൽ 1 ആണ് സെലക്ട് ചെയ്യുന്നത്. ഏഞ്ചൽ 1ൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ എങ്ങനെ ഏഞ്ചൽ 1ൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്മാൾ കേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി www.leadinthose.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ പ്രോഡക്റ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ ഇൻവെസ്റ്റ് ഇൻ സ്മാൾ കേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സ്മാൾ കേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതാണ് സ്മാൾ കേസ് ആപ്പിൻ്റെ ഹോം പേജ്. അതിനിടയിൽ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിഫോൾട്ടായി 5 ഫിൽറ്ററുകൾ കാണാം. ആദ്യം ലോ വോൾട്ടാലിറ്റി സ്മാൾ കേസ് നൽകിയിരിക്കുന്നത് കാണാം. താരതമ്യേന ഫ്ലക്ച്വേഷൻ വളരെ കുറഞ്ഞ സ്മാൾ കേസുകളാണ് ലോ വോൾട്ടാലിറ്റി സ്മാൾ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി ലോ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, ചെറിയ തുകയ്ക്ക് തുടങ്ങാവുന്ന സ്മാൾ കേസുകൾ നമുക്ക് രണ്ടാമത്തെ സ്മാൾ കേസിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി ടോപ്പ് ഗൈനേഴ്സ് ഇൻ ലാസ്റ്റ് ഇയർ, അവസാനത്തെ ഒരു വർഷം മികച്ച റിട്ടേൺ നൽകിയ സ്മാൾ കേസുകൾ നമുക്ക് ടോപ്പ് ഗൈനേഴ്സ് എന്നുള്ള സ്മാൾ കേസിൽ നിന്ന് സെലക്ട് ചെയ്യാം. നാലാമതായി ഫ്രീ ആക്സസ് സ്മാൾ കേസ് എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഫ്രീ ആയ സ്മാൾ കേസുകളും പെയ്ഡ് ആയ സ്മാൾ കേസുകളും ഉണ്ട്. ഇതിൽ ഫ്രീ ആയിട്ടുള്ള സ്മാൾ കേസുകൾ നമുക്ക് ഫ്രീ ആക്സസ് സ്മാൾ കേസ് എന്നുള്ള ഒരു ഓപ്ഷനിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അഞ്ചാമതായി പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് എന്നുള്ള സ്മാൾ കേസും കാണാം. നമുക്കിവിടെ ടോപ്പ് ഗൈനേഴ്സ് എന്നുള്ള സ്മാൾ കേസ് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്മാൾ കേസുകൾ കാണാം. ഇതെല്ലാം പെയ്ഡ് സർവീസ് ആയ സ്മാൾ കേസുകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. താരെ സമീപർ എന്ന ഈ സ്മാൾ കേസിന് 999 രൂപയാണ് ഒരു വർഷത്തേക്ക് ചാർജ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷം 88.51% റിട്ടേൺ ഈ ഒരു സ്മാൾ കേസ് നൽകിയിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 419 രൂപ മാത്രമാണ്. ഇത് ഫീ ബേസ്ഡ് സ്മാൾ കേസാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളൊരു നോട്ടിഫിക്കേഷനും അവിടെ കാണാം. വീണ്ടും ബാക്കിലേക്ക് വന്നാൽ മിഡ് ആൻഡ് സ്മാൾ ക്യാപ് ഫോക്കസ്ഡ് പോർട്ട്ഫോളിയോ എന്നുള്ളൊരു സ്മാൾ കേസ് കാണാം. ഇതിന് ചാർജ് വരുന്നത് 3 മാസത്തേക്ക് 2999 രൂപയാണ്. 2 വർഷത്തെ CAGR റിട്ടേൺ നോക്കുകയാണെങ്കിൽ 65.98% റിട്ടേൺ നൽകിയിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 30,194 രൂപയുമാണ്. മീഡിയം വോൾട്ടാലിറ്റിയാണ് ഈ സ്മാൾ കേസിനുള്ളത്. അതിന് തൊട്ടടുത്ത് നൽകിയിട്ടുള്ള ഫ്രീ ആക്സസ് സ്മാൾ കേസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫ്രീ ആക്സസ് എന്നുള്ള സ്മാൾ കേസിൽ നമുക്ക് ആൾ വെതർ ഇൻവെസ്റ്റിംഗ് എന്നുള്ള സ്മാൾ കേസ് മുകളിൽ കാണാം. 4 വർഷത്തെ CAGR 12.32% നൽകിയിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 5017 രൂപയാണ്. വോൾട്ടാലിറ്റി ലോ വോൾട്ടാലിറ്റിയാണ് നൽകിയിട്ടുള്ളത് എന്നും കാണാം. അതിന് താഴെ ടോപ്പ് 100 സ്റ്റോക്ക് എന്നുള്ള സ്മാൾ കേസ് കാണാം. 3 വർഷത്തേക്ക് 16.84% റിട്ടേൺ നൽകിയിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 2091 രൂപയാണ്. മീഡിയം വോൾട്ടാലിറ്റിയാണ് ഈ സ്മാൾ കേസിനുള്ളത്. അതിന് താഴെ ഡിവിഡൻഡ് അരിസ്റ്റോക്കാറ്റ് എന്നുള്ളൊരു സ്മാൾ കേസ് കാണാം. ഈ സ്മാൾ കേസുകളുടെ ഒക്കെ പ്രത്യേകത തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. ഡിവിഡൻഡ് അരിസ്റ്റോക്കാറ്റ് എന്ന സ്മാൾ കേസ് മികച്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണ്. 6 വർഷത്തേക്ക് 21.74% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. മിനിമം ഇൻവെസ്റ്റിംഗ് എമൗണ്ട് 40,000 രൂപയാണ്. മീഡിയം വോൾട്ടാലിറ്റിയാണ്. ഇനി ഈ സ്മാൾ കേസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ആ സ്മാൾ കേസിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഓവർവ്യൂവിൽ അബൌട്ട് ദ സ്മാൾ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്മാൾ കേസിന്റെ പ്രത്യേകത ഡീറ്റെയിൽ ആയി നൽകിയിട്ടുണ്ട്. ഇത് മികച്ച ഡിവിഡൻഡ് നൽകുന്ന, ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യുന്ന കമ്പനികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ അവിടെ കാണാം. അതിന് താഴെ അതിന്റെ ബ്ലോഗ് വായിക്കുകയോ ഫാക്ട് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ആൻഡ് വെയിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഈ സ്മാൾ കേസ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ശതമാനമാണ് അതിന്റെ വെയിറ്റേജ് നൽകിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഇത് ഏഷ്യൻ പെയിന്റ്, HDFC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെ നൽകിയിട്ടുള്ള ഇൻവെസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. വീണ്ടും ബാക്കിലേക്ക് വന്നാൽ ഇക്വിറ്റി ആൻഡ് ഗോൾഡ് എന്നുള്ളൊരു സ്മാൾ കേസ് കാണാം. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇക്വിറ്റിയും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്ത സ്മാൾ കേസാണത്. 3 വർഷത്തേക്ക് 17.44% റിട്ടേൺ നൽകിയിട്ടുണ്ട്. മിനിമം 271 രൂപയ്ക്ക് ഈ സ്മാൾ കേസ് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇതുപോലെ ഒട്ടനവധി സ്മാൾ കേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാറ്റിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. നിങ്ങൾക്ക് ആ സ്മാൾ കേസ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും താഴേക്ക് വന്ന ഫാർമ ട്രാക്കർ കാണാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫാർമ സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. വീണ്ടും താഴെ ഇൻഷുറൻസ് ട്രാക്കർ എന്നുള്ള സ്മാൾ കേസ് കാണാം. ഇൻഷുറൻസ് കമ്പനികളാണ് ഈ സ്മാൾ കേസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് മൊബിലിറ്റി, നമ്മൾ നേരത്തെ സംസാരിച്ച ഇലക്ട്രിക് മൊബിലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മറ്റു സ്മാൾ കേസുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ 4 വർഷത്തേക്ക് വളരെ ചെറിയ റിട്ടേൺ മാത്രമാണ് ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്മാൾ കേസ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വീണ്ടും താഴേക്ക് വന്നാൽ ഹൗസ് ഓഫ് ടാറ്റ എന്നുള്ളൊരു സ്മാൾ കേസ് നമുക്ക് അവിടെ കാണാം. അതായത് നമുക്കറിയാം ടാറ്റയ്ക്ക് ഒരുപാട് കമ്പനികളുണ്ട്. അങ്ങനെ ടാറ്റ കമ്പനികളിൽ മാത്രം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹൗസ് ഓഫ് ടാറ്റ എന്ന സ്മാൾ കേസ് സെലക്ട് ചെയ്യാം. താഴെ ഡിജിറ്റൽ ഇൻക്ലൂഷൻ, അതായത് ഡിജിറ്റൽ റെവല്യൂഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മാൾ കേസാണ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ. അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന സ്മാൾ കേസ് സെലക്ട് ചെയ്യാം. റിയാലിറ്റി ട്രാക്കർ, പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ റിയാലിറ്റി സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 വർഷത്തേക്ക് 24.94% CAGR റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. വീണ്ടും താഴെ വന്ന ബാങ്കിങ് ട്രാക്കർ എന്നുള്ളൊരു സ്മാൾ കേസ് കാണാം.
അതിന് താഴെ മെറ്റൽ ട്രാക്കറിന് താഴെ ARQ പ്രൈം ബൈ ഏഞ്ചൽ വൺ എന്നുള്ളൊരു സ്മാൾ കേസ് കാണാം. അതായത് നമുക്കറിയാം ഏഞ്ചൽ വൺ ARQ സർവീസിലൂടെ മികച്ച സ്റ്റോക്കുകൾ നമുക്ക് റെക്കമെൻഡേഷനായി നൽകാറുണ്ട്. ഇതൊരു പെയ്ഡ് സർവീസാണ്. എന്നാൽ ARQ പ്രൈം ബൈ ഏഞ്ചൽ വൺ എന്ന ഈ സ്മാൾ കേസ് സെലക്ട് ചെയ്തുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 6 വർഷത്തേക്ക് 32.79 എന്നൊരു മാസീവ് റിട്ടേൺ തന്നെ ഈ സ്മാൾ കേസ് നൽകിയിട്ടുണ്ട്. അതിന് താഴെ ഹൗസ് ഓഫ് HDFC, അതായത് HDFCയുടെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മാൾ കേസാണ് ഹൗസ് ഓഫ് HDFC. അതിന് താഴെ ഇൻഫ്രാ ട്രാക്കർ, FMCG ട്രാക്കർ, എനർജി ട്രാക്കർ, ബാങ്കിങ് പ്രൈവറ്റ്ലി, ട്രാൻസ്പോർട്ടിംഗ് ഇന്ത്യ, അഫോർഡബിൾ ഹൗസിംഗ്, ഓട്ടോ ട്രാക്കർ തുടങ്ങിയ സ്മാൾ കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും താഴെ ഹൗസ് ഓഫ് ബജാജ്, അതായത് ബജാജിൻ്റെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഹൗസ് ഓഫ് ബജാജ് എന്ന സ്മാൾ കേസ്. വീണ്ടും താഴെ സീറോ ഡെപ്റ്റ്, അതായത് തീരെ കടമില്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മാൾ കേസാണ് സീറോ ഡെപ്റ്റ്. തുടങ്ങിയ സ്മാൾ കേസുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മികച്ചത് എന്ന് തോന്നുന്ന സ്മാൾ കേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്മാൾ കേസ് വാങ്ങുക എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇൻഷുറൻസ് ട്രാക്കർ എന്നുള്ളൊരു സ്മാൾ കേസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ട്രാക്കർ എന്ന സ്മാൾ കേസിൽ എനിക്ക് ആൾറെഡി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് താഴെ ഇൻവെസ്റ്റ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. -10.55% റിട്ടേൺ ആണ് ഈ സ്മാൾ കേസിൽ നിന്ന് എനിക്ക് ഇതുവരെ ലഭിച്ചത്. ഞാൻ വീണ്ടും ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇൻവെസ്റ്റ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ പുതിയ സ്മാൾ കേസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇൻവെസ്റ്റ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ സ്റ്റോക്കുകളിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ എമൗണ്ട് 4804 രൂപ 80 പൈസയാണ്. അതിന് താഴെ വരുന്ന കൺഫേം ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഒരു സിംഗിൾ ക്ലിക്കിലൂടെ തന്നെ എല്ലാ സ്റ്റോക്കുകളും പർച്ചേസിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് താഴെ സി ഓർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതിനു മുൻപ് ഞാൻ ഇൻഷുറൻസ് ട്രാക്കർ എന്നുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഡീറ്റെയിലും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്മാൾ കേസ് എങ്ങനെയാണ് വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് സ്മാൾ കേസ് വിൽക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസ് വിൽക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏഞ്ചൽ വണ്ണിലാണ് എനിക്ക് ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസ് ഉള്ളത്. ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ സീ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാം. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 12,034 രൂപയാണ്. കറൻറ്റ് വാല്യൂ 18,659 രൂപയാണ്. റിട്ടേൺ 6,625 ആണ്. ഡിവിഡൻഡ് അടക്കമുള്ള റിട്ടേൺ 6,850 രൂപയാണ്. തുടങ്ങിയ ഡീറ്റെയിൽ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ റീബാലൻസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതായത് ചില സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയും ചിലത് എഡിറ്റ് ചെയ്യുവാനും സ്മാൾ കേസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല. ഞാൻ ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് വലതുവശത്തായി എക്സിറ്റ് സ്മാൾ കേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതായത് ഈ സ്മാൾ കേസ് നമ്മൾ മുഴുവനായി വിൽക്കുന്നോ അതോ പാർഷ്യലായി മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നുള്ള ഡീറ്റെയിൽ വരും. ഞാൻ ഇവിടെ മുഴുവനായി വിൽക്കുകയാണ്. അതിനുവേണ്ടി ഹോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം എക്സിറ്റ് സ്മാൾ കേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ POA ഫോം, അതായത് പവർ ഓഫ് അറ്റോർണി ഫോം ഞാൻ ഏഞ്ചലിന് നൽകിയിട്ടില്ല. അപ്പോൾ എനിക്ക് TPIN സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പലർക്കുമുള്ള സംശയമാണ് എങ്ങനെ TPIN സെറ്റ് ചെയ്യേണ്ടത് എന്ന്. നമുക്ക് അതും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനുവേണ്ടി അതറൈസ് ഹോൾഡിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ TPIN വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിന് താഴെ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് പിൻ എന്നുള്ളൊരു ലിങ്ക് കാണാം. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു BOIDയും പാൻ നമ്പറും എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. BOIDയും പാൻ നമ്പറും എൻ്റർ ചെയ്യുക. BOID നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ പോയാൽ ലഭിക്കുന്നതാണ്. ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ TPIN ജനറേറ്റ് ആയി കഴിഞ്ഞു. അത് നമ്മുടെ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്കും രജിസ്റ്റേർഡ് ഇമെയിൽ IDക്കും ലഭിച്ചിട്ടുണ്ടാകും. വീണ്ടും അവിടെ നിന്ന് റീഡയറക്റ്റായി സ്റ്റോക്കുകൾ സെൽ ചെയ്യാനുള്ള ഓപ്ഷനിൽ ആ പേജ് വന്നെത്തി നിൽക്കും. അവിടെ നമ്മൾ കൺഫേം ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതുകൂടി നൽകി സെൽ ഓർഡർ കംപ്ലീറ്റ് ആയി. ദ നേക്കഡ് ട്രേഡർ എന്ന സ്മാൾ കേസിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു. താഴെ 18,656 രൂപയുടെ സ്റ്റോക്കുകൾ നമ്മൾ സെൽ ചെയ്തു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതിനുശേഷം 18,656 രൂപ നമ്മുടെ ബ്രോക്കിംഗ് അക്കൗണ്ടിൽ ലഭിക്കും എന്നുള്ളൊരു നോട്ടിഫിക്കേഷനും അവിടെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്മാൾ കേസിനെ പറ്റി ഒരു മികച്ച ഐഡിയ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച സ്മാൾ കേസുകൾ കണ്ടെത്താൻ സ്മാൾ കേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അസറ്റിൽ 53% ലാൻഡിലും 18% മ്യൂച്വൽ ഫണ്ടിലും 10% സ്റ്റോക്കിലും 5% സ്മാൾ കേസിലുമാണ്. എൻ്റെ കയ്യിലുള്ള ലൈവ് ഹോൾഡിംഗ്സ് നിങ്ങൾക്ക് www.leadinthose.in എന്ന വെബ്സൈറ്റിലൂടെ അറിയാവുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.